ക്ഷമേ, നമ്മൾ ചായ കുടിക്കാൻ ചെല്ലുമ്പോൾ മധുരം കുറഞ്ഞു പോയാൽ സാധാരണഗതിയിൽ ആളുകൾ ചായക്കടക്കാരനോട് പറയും, ചേട്ടാ ഇത്തിരി മധുരം കൂടി ഇട്ട് തരുമോ എന്ന് ചോദിക്കും. ഇത്തിരി പഞ്ചസാര ഇട്ട് തരും. അതിനങ്ങനെ ദേഷ്യം വേണ്ട കാര്യമൊന്നുമില്ല. ചിലർക്ക് ഇത്തിരി മധുരം ആവശ്യമാണ്, ചിലർക്ക് മധുരം വേണ്ട. അപ്പോൾ അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ആലപ്പുഴയിൽ ചായ കുടിക്കാൻ ചെല്ലുന്നു. മധുരം കുറഞ്ഞു പോയി, ചായക്ക് മധുരം കുറഞ്ഞു പോയി. അയാൾ കടയുടമയോട് പറയുന്നു, ചേട്ടാ ഇത്തിരി പഞ്ചസാരയും കൂടെ തരുമോ എന്ന് ചോദിച്ചു. അത് ചോദിച്ചത് മാത്രമേ അയാൾക്ക് ഓർമ്മയുള്ളൂ. ഇനിയിപ്പോൾ ആശുപത്രിയിലാണ്. പഞ്ചസാര ചോദിച്ചതിനാണ്, ചായക്ക് ഇത്തിരി മധുരം ഇടുമോ എന്ന് ചോദിച്ചതിനാണ് ആ പാവത്തിനെ ആക്രമിച്ചത് 6 അംഗ സംഘം. അത് പിന്നാലെ വന്നിട്ട് അറ്റാക്ക് ചെയ്തു. എന്താണ് അതിൻ്റെ ഞാൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തെ അപമാനിക്കുകയല്ല, ഒരു സ്ഥലത്തെയോ ഒരു പ്രദേശത്തെയോ അപമാനിക്കാൻ വേണ്ടി പറയുകയല്ല. ഞാൻ മുമ്പ് ഇരുന്നപ്പോഴും പിന്നീട് അവിടെ നിന്ന് ട്രാൻസ്ഫറായി പോയപ്പോഴും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരുപാട് കഥകൾ അവിടെയുണ്ട്. ഈ ബീച്ച് കേന്ദ്രീകരിച്ച് അവിടെ ഒരു ക്രിമിനൽ സംഘം പ്രവർത്തിക്കുന്നുണ്ട്. ആ ക്രിമിനൽ സംഘത്തിൻ്റെ പ്രവർത്തനം ഇങ്ങനെയാണ്. അവിടെ ഈ കാറ്റാടിയുടെ തെക്ക് ഭാഗം, പിന്നെ അയ്യപ്പൻപുഴി, ഈ ഒരു മേഖലയിലാകെ ആണ് ഇവരുടെ ഈ സംഘം തമ്പടിക്കുന്നത്. ഒരു ക്രിമിനൽ സംഘമാണ്. ഇപ്പോൾ അവിടെ ഇരിക്കുന്ന മധുബാബു, DYSP മധുബാബു, അദ്ദേഹം ചെയ്ത പ്രവൃത്തി കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് അവിടെ ഒരു കട പൊളിച്ചു കളഞ്ഞു. എന്താണെന്നറിയാമോ? മയക്കുമരുന്ന് ഉപയോഗം. അനധികൃതമായി കട കെട്ടിയിട്ട് അതിനകത്ത് മയക്കുമരുന്നിൻ്റെ ഉപയോഗം വ്യാപകമായി ആലപ്പുഴ ബീച്ചിൽ വ്യാപകമായി നടക്കുകയാണ്. വ്യാപകമായി നടത്തിയപ്പോഴത്തേക്ക് DYSP മധുബാബു ഇടപെട്ടുകൊണ്ട് അവിടുത്തെ കട പൊളിച്ചു മാറ്റി. സഞ്ചാരികളും നാട്ടുകാരും വരെ പരാതി. ഞാനീ പറയുന്ന സ്ഥലത്തെ വാങ്ങിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനും പറ്റില്ല. അപ്പോൾ ഇവരുടെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ കാറ്റാടി ഭാഗം, പിന്നെ ആ പാർക്കിൻ്റെ പിറകുവശം, ഇത്തരം മേഖലകളിലാണ് ഈ കമിതാക്കൾ സംഘടിക്കുന്നത്, വന്ന് ഇരിക്കാറുള്ളത്. കമിതാക്കൾ എന്ന് പറയുമ്പോൾ ഭൂരിഭാഗം പേരും വരുന്നത് വീട്ടിൽ പറഞ്ഞിട്ടൊന്നുമല്ലല്ലോ. അല്ല, ഇപ്പോൾ ക്ലാസ് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവധി സമയത്തൊക്കെയാണ്. ഇത് വളരെ വളരെ കുറച്ച് പേരെ വീട്ടിൽ പറഞ്ഞിട്ട് മാതാപിതാക്കളെയൊക്കെ അറിയിച്ചിട്ട് വരുന്നവരുള്ളൂ. ഇവർ ഈ സാഹചര്യത്തെ ചൂഷണം ചെയ്യും. 2022 അവിടെ ഒരു വലിയ പ്രശ്നമുണ്ടായി. അവിടെ ഈ അയ്യപ്പൻപുഴി ഭാഗത്ത് പിന്നെ ഒരു ഈ കമിതാക്കൾ അവിടെ ഇരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ, അവരുടെ സ്വകാര്യ നിമിഷത്തിൻ്റെ ദൃശ്യങ്ങൾ ഇവർ പകർത്തിയ ശേഷം അവരെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചു. പെൺകുട്ടിയുടെ കയ്യിൽ കിടക്കുന്ന ചെയിൻ ഊരി നൽകണം, പിന്നെ ഒരു വള അതും ഊരി നൽകണം. ഇത്രയാണ് അവരുടെ ആവശ്യം. പിന്നെ പയ്യൻ 5000 രൂപയും നൽകണം. ഇതായിരുന്നു ഇവരുടെ ആവശ്യം. നടന്ന ക്രൈം സീനാണ്, നടന്നൊരു ക്രൈമിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ സംഭവത്തിൽ ഈ വന്ന പയ്യൻ എതിർത്തു. അവനത് കൊടുക്കാൻ തയ്യാറായില്ല. അവനെ ഇവരവിടെ ഇട്ട് അടിച്ച ശേഷം ഇവൻ്റെ പെൺകുട്ടിയുടെ ഫോൺ പിടിച്ചു പറിച്ച് കൊണ്ടുപോയി. പിന്നെ ഇവൻ്റെ കയ്യിൽ നിന്നും പണവും, ആ സമയത്തുണ്ടായിരുന്ന പണവും എടുത്തുകൊണ്ട് കളഞ്ഞു. അപ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ കൊണ്ടുപോയി വീട്ടിലാക്കിയ ശേഷം ബീച്ചിൽ തിരിച്ചു വന്നു. ബീച്ച് പോലീസിന് ഇവൻ പരാതി കൊടുത്തു. പരാതി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവന്മാരെ പിന്തുടർന്നു. ഇടയ്ക്കൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ, നേരം സിനിമയുടെ കഥയെ ഇത് ചെയ്യുന്ന രീതിയിലുള്ള സീനുകളായിരുന്നു പിന്നെ ഉണ്ടായത്. ഈ കൊണ്ടുപോയവന്മാരെ ഇവൻ പുറകെ പോയി. അങ്ങനെയാണ് ഇവന് കൂടുതൽ അടിമേടിച്ചത്. പക്ഷേ ഇവനൊരു കാര്യം ചെയ്തു, ഇവന്മാരെ ലൊക്കേറ്റ് ചെയ്തു. അതിൽ പണം തിരിച്ചു കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഫോൺ ഇവന് എറിഞ്ഞു കൊടുത്തു. ഇവന്മാർ ലൊക്കേഷൻ എടുക്കാനുള്ള പരിപാടി ഇവൻ നടത്തുന്നു എന്ന് മനസ്സിലായപ്പം ഇവന്മാർ ഫോൺ തിരിച്ചെറിഞ്ഞു കൊടുത്തു. പൈസ ഇവന്മാർ കൊണ്ടുപോയി. ആ കേസിൽ പിന്നീട് അറസ്റ്റിലായ ഒരുത്തൻ, അവൻ അതിനു മുമ്പ് ഒരു യുവതിയുടെ വള തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയാണ്. വള അടിച്ചുകൊണ്ടുപോയ കേസിലെ പ്രതിയാണ്. അവർ വിവാഹം കഴിക്കാനിരിക്കുന്ന ചെറുപ്പക്കാരനും യുവതിയുമായിരുന്നു. അവരുടെ വിവാഹം വീട്ടിൽ ഉറപ്പിച്ചിരിക്കുകയാണ് അവരവിടെ വന്നത്. അപ്പോൾ അവരവിടെ നിൽക്കുന്നു. അവരുടെ സ്വകാര്യ നിമിഷം ഇവർ ഷൂട്ട് ചെയ്തു. ഇവരുടെ ഒരു പ്രത്യേകത, ഈ കാറ്റാടി ഭാഗം ഉണ്ടല്ലോ, കാറ്റാടി ഭാഗത്ത് അവിടെ ചെറിയ മുള്ളുകാടുകൾ, ഈ കുറ്റിക്കാടുകളുണ്ട്. ഇവർ ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകിട്ട് 3 മണി വരെയുള്ള സമയമാണ് ഇവരുടെ ടൈം. ഈ സമയത്ത് ഇവരുടെ ഈ കുറ്റിക്കാടുകളിൽ ഇവരിങ്ങനെ മറഞ്ഞു നിന്ന ശേഷം ഇവിടെ വന്നിരിക്കുന്ന ഒറ്റപ്പെട്ട മേഖലകളിൽ വന്നിരിക്കുന്ന കമിതാക്കളെ ഇവർ ടാർഗറ്റ് ചെയ്യും. അവരുടെ ദൃശ്യങ്ങൾ ഇവർ പകർത്തിയ ശേഷം ഈ പകർത്തുന്നതിന് മുമ്പ് തന്നെ ഇത് ചോദ്യം ചെയ്യാൻ ഒരു സംഘം വരും. ഇതാണ് ഇതിൻ്റെ രീതി. ഒരു സംഘം ഇത് ചോദ്യം ചെയ്യാൻ വേണ്ടി എത്തും. നിങ്ങളിവിടെ ഇന്ന് സദാചാര സംഘം ചോദ്യം ചെയ്യും.
അപ്പം ഇവർ പറയും ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മറ്റവർ അവിടെ എത്തും. ഈ രണ്ടാമത്തെ സംഘം അവിടെ വന്നിട്ട് പറയും എന്താ വിഷയം എന്ന് ചോദിക്കും. അപ്പോൾ ഇതെല്ലാം ഒരു ടീമാണ്. ഇവർ പറയും ഇതേപോലെ ഇവിടെ നിന്ന് അനാശാസ്യം കാണിക്കും, ഞങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ വന്നേ, ഞങ്ങൾ കാണിയായിരുന്നാണ്ട് ഞങ്ങൾ ഈ വീഡിയോ എടുത്ത് വെച്ചിരിക്കുക എന്ന് പറഞ്ഞ് ഇതെടുത്ത് കാണിക്കും. അതായത് ദൃശ്യം ഞങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട് എന്നുള്ള ഇത്. അതോടുകൂടി ആദ്യം വന്ന സംഘം പിന്മാറും. രണ്ടാമത്തെ സംഘത്തിൻ്റെ കൂടെ കാല് പിടിക്കാൻ നടക്കും ഈ പിള്ളേർ. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ നിന്ന് കാശ് അടിച്ചു മാറ്റും. പണം കൊടുക്കണം, അല്ലെ സ്വർണം കൊടുക്കണം, രണ്ടിലേതെങ്കിലും ഒരെണ്ണം കൊടുക്കണം. ഇവർ ഭൂരിഭാഗം പേരും മാനാഭിമാനം, ഇപ്പോൾ ഈ കേസ് വന്നതുകൊണ്ട് ഞാൻ പറയാം, മാനാഭിമാനം ആലോചിച്ച് ഭൂരിഭാഗം പേരും പരാതി കൊടുക്കാറില്ല. അവിടെ 2022 നമ്മൾ നോട്ടീസ് ചെയ്ത ഒരു വാർത്തയിൽ നമ്മൾ പറഞ്ഞൊരു കാര്യം, അവിടെ 2 പോലീസുകാരാണ് അവിടെ ഡ്യൂട്ടിക്കുള്ളത്. ബീച്ച് പോലീസിൻ്റെ ഏരിയ ആണത്. ബീച്ച് പോലീസ് അവിടെ എപ്പോഴും സന്ദർശകരുള്ള ആ ബീച്ചിൽ 2022 ജൂണിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ ചെറുപ്പക്കാരനെയും യുവതിയെ ആക്രമിക്കുന്നത്, അതായത് ഈ ഇവന്മാരുടെ പിന്നാലെ പോയ അവരെ ആക്രമിക്കുന്നത്. അതാണ് ഒരു പരാതിയായിട്ട് വന്നത്. അന്ന് നമ്മൾ നോട്ടീസ് ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അഡ്രസ്സ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ബീച്ച് പോലീസില്ല. പോലീസില്ല അവിടെ. 2 പോലീസ് ഉദ്യോഗസ്ഥരാണ് അന്നുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ അവിടെ നൈറ്റ് ലൈഫൊക്കെ ഉണ്ട്. നൈറ്റ് ലൈഫൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ബീച്ചാണ്. കിലോമീറ്ററുകളോളം നീണ്ടുകിടക്കുന്ന കേരളത്തിലെ ഏറ്റവും ഭംഗിയുള്ള ബീച്ചുകളിൽ ഒന്നാണ് ആലപ്പുഴ ബീച്ച്. അപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഈ ഏത് മേഖലയായാലും മനോഹരമായിട്ടുള്ള ഏത് സ്ഥലമുണ്ടെങ്കിലും അവിടെ ഇത്തരം കുറേ അഴുക്കുകൾ അടിഞ്ഞുകൂടുന്നു. ഇവന്മാർ അതിൻ്റെ ഒരു അതോറിറ്റിയായി മാറുന്നു. അത് അനുവദിക്കാൻ പാടില്ല. ഒരു കാരണവശാലും ഇവന്മാരെ അതിൻ്റെ അതോറിറ്റിയായി മാറാൻ പാടില്ല. അടിച്ചോടിക്കണം. അങ്ങനെ ഇവന്മാർക്ക് തമ്പടിക്കാനുള്ള ഏരിയ അല്ല ഇത്. ഇവന്മാരുടെ കുൽസിത പ്രവർത്തനങ്ങളുടെ ഒരു ഏരിയയായി മാറുന്നു. അതെ, കുൽസിത പ്രവർത്തനങ്ങൾക്ക് അന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു പുന്നമടയിലും ബീച്ചിലുമായിട്ട് 4 പോലീസുകാരാണ് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്. നമ്മൾ അഡ്രസ്സ് ചെയ്തൊരു കാര്യം അതായിരുന്നു. 4 പോലീസുകാരാണ് പുന്നമടയിലും ബീച്ചിലുമായിട്ട് ഡ്യൂട്ടിയിൽ കിടക്കുന്ന ബീച്ച് പോലീസുകാർ. അതാണോ വേണ്ടുന്നത്? ഇപ്പോഴത്തെ സാഹചര്യം എനിക്കറിയില്ല, ഉള്ള കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം, ഈ യുവാവ് തൃശ്ശൂർ ഇരിങ്ങാലക്കുട സ്വദേശി സിജോ ജോൺ, അയാൾ നമ്മുടെ ഇടപ്പള്ളിയിലെ ഓയിൽ ഗ്യാസ് കമ്പനിയിലെ ജീവനക്കാരനാണ്. അയാളും 3 സുഹൃത്തുക്കളും കൂടി കഴിഞ്ഞ ഞായറാഴ്ച ഈ ബീച്ചിലെത്തി. ബീച്ചിൻ്റെ കാറ്റാടി ഭാഗത്തെ കടയിലെത്തി അവിടെ ചായ കുടിച്ച ഇവർ മധുരമില്ല എന്ന് പറഞ്ഞതോടുകൂടി കടക്കാരൻ രോഷാകുലനായി. ഇവരോട് ഏറ്റുമുട്ടാൻ തയ്യാറായപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളായി. ഈ തർക്കത്തിന് ശേഷം ഒടുവിൽ ഈ സിജോ ജോൺ കയ്യിലിരുന്ന പണം എടുത്ത് ഈ 4 ചായയ്ക്ക് പകരം പൈസയ്ക്ക് ഇരട്ടി പൈസ അവിടെ വെച്ചിട്ട് പോയി. 100 രൂപയുടെ നോട്ട് എടുത്ത് അവിടെ വെച്ചിട്ട് പോയി. ഇത് അയാൾക്ക് ഭയങ്കര ഇറിറ്റേഷനായി. കടക്കാരനടക്കം കട നടത്തുന്ന ആളടക്കം 6 അംഗ സംഘം വടി, അതുപോലെ തന്നെ പൈപ്പ്, ഇത്രയുമായിട്ട് പോയി ഈ ബീച്ച് ഭാഗത്ത് നിന്ന് ഈ 4 ചെറുപ്പക്കാരുമായിട്ട് ഏറ്റുമുട്ടി. ഇതിൽ ഇവർക്ക് വേണ്ടുന്നത് തങ്ങളെ ചോദ്യം ചെയ്ത സിജോ ജോണിനെയായിരുന്നു. അയാളുടെ വലത് ഭാഗത്തെ കണ്ണിന് താഴ്ഭാഗം അടിച്ചു തകർത്തു. താഴ്ഭാഗവും അതുപോലെ പിരികവും അടിച്ചു തകർത്ത് കളഞ്ഞു. അയാളിപ്പോൾ ഒരു കൈയുടെ പൊട്ടലോട് കൂടി ചികിത്സയിലാണ്. ഒരു കൈയും അടിച്ചു. സഞ്ചാരികളെയാണ് ആക്രമിക്കുന്നത്. വേറെ ഏതെങ്കിലും രാജ്യത്താണെങ്കിൽ, വേറെ ഏതെങ്കിലും നാട്ടിലാണെങ്കിൽ അവൻ പിന്നെ ആ ഒരു വിനോദസഞ്ചാര മേഖലയിൽ കച്ചവടം നടത്തില്ല എന്ന് മാത്രമല്ല, അവൻ പിന്നെ ആ രാജ്യത്ത് എവിടെയും കച്ചവടം നടത്തില്ല. അവനെ എന്നേക്കുമായി പിടിച്ച് മറ്റ് രാജ്യങ്ങൾ വേറെ ഏതെങ്കിലും ഒരു മേഖലയിലാണ്, വേറെ മേഖല വേണ്ട, നമ്മുടെ ചില സംസ്ഥാനങ്ങളിലൊക്കെ പോയി ടൂറിസം കേന്ദ്രങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നൊരു തിരിച്ചുവരവില്ല. മറ്റേ സിനിമയ്ക്കകത്ത് പറയുന്നത് ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ല. ഉണ്ണി അതുപോലെയാണ് കാര്യങ്ങൾ. അതുപോലെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ എന്താണ് ഇതിങ്ങനെ? സഞ്ചാരികൾ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അത് ആഭ്യന്തരമായിട്ടുള്ള സഞ്ചാരികളാണെങ്കിലും വിദേശികളാണെങ്കിലും. മാത്രമല്ല, നമ്മുടെ ഈ ഒരു കണക്ക് പ്രകാരം ഇത്തവണ ഏറ്റവും കൂടുതൽ, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആഭ്യന്തര സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട ഇടം കേരളമാണ്. അത് ഈ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിമറിക്കല്ലേ. അതുകൊണ്ടൊക്കെയാണ് കയ്യിരിപ്പ്. പക്ഷേ ഇവിടെയൊക്കെ അതായത് തിണ്ണമെടുക്ക് എന്ന് പറയുന്ന പഴമക്കാർ പറയുന്ന പരിപാടിയാണ് ഇവന്മാർ അവിടെ കാണിക്കുന്നത്. ഇവന്മാർ ഈ അതിഥി ദേവോ ഭവ എന്നാണ്. അല്ലേ? അതെ. ഇത് ഇവന്മാർ കാണിക്കുന്നത് ഇവന്മാരുടെ ഒരു അതോറിറ്റി ആയിട്ട് ഇതിനെ കരുതുക. ഇവന്മാർക്ക്
അവശ്യം പോലെ ചുരത്താൻ പറ്റുന്ന ഒരു കറവ പശുവായിട്ട് ആ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തെ ഇവന്മാർ കാണുന്നു. അവിടെ മാത്രമല്ല, ആ സ്ഥലം മാത്രമല്ല, ഒട്ടനവധി മേഖലകൾ ഇതുപോലെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇവന്മാരുടെ കൈക്കലാണ്. പല സ്ഥലങ്ങളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ആരംഭിക്കുകയും പിന്നീട് അത് ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരം കേന്ദ്രങ്ങൾ ഇവരുടെ ഈ കൂട്ടരുടെ ഒരു താവളമായി മാറിയിരിക്കുന്നു. ഗൂഗിൾ ഇപ്പോഴും ലൊക്കേഷനിൽ നിന്ന് ഒഴിവാക്കാത്ത, എന്നാൽ അവിടെ യാതൊരു ടൂറിസവും ഉണ്ടാകാതെ കിടക്കുന്ന മേഖലകൾ നമ്മുടെ കേരളത്തിലുണ്ട്. നമ്മൾ നമ്മുടെ ടൂറിസം മാപ്പിൽ പെടുത്തി, പക്ഷേ അതിൻ്റെ കൺസെഷൻ പകുതി വഴി ഉപേക്ഷിച്ച സ്ഥലങ്ങളുണ്ട്. ടൂറിസ്റ്റുകൾ എന്താ നോക്കുന്നത്? മാപ്പ് കാണിക്കുന്നുണ്ട്, ഇവരവിടെ പോകും, ഡെസ്റ്റിനേഷനാണ്. അവിടെ ചെല്ലുമ്പോൾ എന്ത് യുവന്മാരായിരിക്കുന്നത്? അവിടെ കാണാനുള്ള ഭംഗിയുള്ള വസ്തു ഈ പറയുന്ന പോലെ MDMA വലിച്ചു കയറ്റി കിളി പറയിക്കുന്ന യുവന്മാരാണ് അവിടെ ഭംഗിയുള്ള വസ്തു. വിചിത്രമായ വിനോദം ഉള്ള ഇവന്മാരുടെ മുന്നിലോട്ടാണ് ഈ സഞ്ചാരികൾ എത്തപ്പെടുന്നത്. അടിച്ചൊതുക്കേണ്ട സമയം ഇതിനോടകം തന്നെ കഴിഞ്ഞു, അതിക്രമിച്ചു. എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചാണ് ഇവരുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അവനെ അവിടെ കച്ചവടം ചെയ്യാൻ അനുവദിക്കരുത്. അവൻ്റെ കട പൊളിക്കണം. അവൻ്റെ കട പൊളിക്കണം. അവൻ വേണേൽ വീട്ടിൽ ഇരിക്കട്ടെ, വീട്ടിൽ ഇരുന്ന് കച്ചവടം ചെയ്യട്ടെ. ഒരു ചെറുപ്പക്കാരൻ പഞ്ചസാര ചോദിച്ചതിൻ്റെ പേരിൽ അയാളുടെ തലയടിച്ച് പൊട്ടിക്കാനുള്ള മനോവൈകൃതമുള്ള ഒരുത്തൻ കച്ചവടം നടത്തണ്ട. നാളെ അവൻ എന്താ കലക്കി കൊടുക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇടയ്ക്ക് പണ്ട് ഞാനൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തായിരുന്നു. ഞാൻ കൊച്ചിയിൽ വെച്ചാണ്. അപ്പം കൊച്ചിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മനോവൈകൃതമുള്ള ഒരു ഇതര സംസ്ഥാന തൊഴിലാളി, ഒരു മനോവൈകൃതമാണ് ഇവർ. അപ്പോൾ എനിക്ക് അവിടെയുള്ള ഇവൻ്റെ കച്ചവടം നടക്കുന്ന കടയ്ക്ക് നേരെ ബാക്കിലൊരു കെട്ടിടത്തിൽ താമസിക്കുന്ന ഒരാൾ പിന്നെ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. അതായത് ഇവൻ പാനിപൂരിയുടെ കച്ചവടമാണ്. പാനിപൂരിയുടെ കച്ചവടം. അവിടെ ഒരു വലിയ ക്രിസ്മസ് ട്രീ പോലൊരു മരം നിൽപ്പുണ്ട്. ആ മരത്തിൻ്റെ ഇപ്പുറത്ത് നിന്ന് അയാൾ ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇവൻ ഈ പാനിപൂരി ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇതിനകത്ത് മൂത്രം ഒഴിക്കും. ഞാൻ റിപ്പോർട്ട് ചെയ്ത യൂട്യൂബിൽ കിടപ്പുണ്ടാവും. അതാണ് ഈ ആളുകളിൽ നിന്ന് വാങ്ങിച്ചു കഴിയുന്നത്. അവന് എന്താണ് അതിൻ്റെ പ്രചോദനം എന്താണെന്നറിയാമോ? സമാനമായ രീതിയിൽ മറ്റൊരു പാനിപൂരിക്കാരൻ ഈ പ്രവൃത്തി ചെയ്തു. മുംബൈയിലാണെന്ന്, മഹാരാഷ്ട്രയിലായിരുന്നു എന്ന് എൻ്റെ ഓർമ്മ. അതിവനൊരു പ്രചോദനമായി. ഇവനെ ഒരു രാത്രിയിൽ ഇവൻ കച്ചവടത്തിന് നിൽക്കവേ കുറച്ച് ചെറുപ്പക്കാർ ഇവനെ തർക്കമാവുകയും മർദ്ദിക്കുകയും ചെയ്തു. അതിനുള്ള വിരോധം എൻ്റെ ആളുകളോട് ഇവനുണ്ട്. അതാണ് ഇവൻ തീർക്കുന്നത്. ഇവൻ തീർക്കുന്നത്. പാനിപൂരി ഉണ്ടാക്കുന്ന സാധനത്തിനടുത്ത് ഇവൻ മൂത്രം ഒഴിക്കുന്നു. പാനിപൂരിയൊക്കെ കഴിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ശ്രദ്ധിച്ചോണം. ഞാൻ മേടിക്കില്ലല്ലോ. അത് നമ്മൾ റിപ്പോർട്ട് ചെയ്തു. ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ആദ്യം കിട്ടിയ വിഷ്വൽ അതായിരുന്നു. അന്ന് കുറേ വർഷം മുമ്പുള്ള കാര്യമാണ് പറഞ്ഞത്, കുറേ വർഷങ്ങൾക്ക് മുമ്പ്. ഇതുപോലെയുള്ള മനോവൈകൃതമുള്ള ആളുകൾ ഈ കച്ചവട മേഖലയിലേക്കൊന്നും വരാൻ പാടില്ല. ഇവന്മാരുടെ കടയിൽ നിന്നൊന്നും മേടിച്ച് തിന്നാനും പാടില്ല. സൂക്ഷിച്ചോണം. കിറുക്കന്മാരാണ് ഇവന്മാർ. കാര്യമായിട്ട് എന്തും ചെയ്ത് കളയും. ഒന്ന് ആലോചിച്ചോക്കണം. അവന് തല്ലിയതാരാ ഈ പറയുന്ന മേടിച്ച് തിന്നുന്ന? എന്നാൽ അവിടെ ഇഷ്ടംപോലെ ഇത് ഏറ്റവും കൂടുതൽ മേടിച്ചു തിന്നുന്ന ആ പെൺകുട്ടികളുമാണ്. ഈ വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുന്ന പെൺകുട്ടികൾ ഇതിൻ്റെ മുന്നിലാണ്. ഇവർക്കിത് ഭയങ്കര ഇഷ്ടമാണ് പാനിപൂരി എന്ന് പറഞ്ഞാൽ. പാനിപൂരി എല്ലാവരും അങ്ങനെ അല്ല കേട്ടോ. എന്ന് വെച്ചിട്ട് ഈ പാവപ്പെട്ട കച്ചവടം ഒന്നും മുടക്കാൻ പാടില്ല. അതെ ഇനി കാണുന്ന ഇവരെല്ലാം അങ്ങനെ ചിന്തയുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റിയേക്കണം. ആ ഭാഗം വിടണ്ടെന്ന് തീരുമാനിച്ചേക്കണം. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ഇത്രയും ക്രിമിനൽ സംഘങ്ങൾ ഒരു കാരണവശാലും ഈ മേഖലകളിൽ ഇവന്മാർക്ക് ലൈസൻസ് നഗരസഭ മുനിസിപ്പാലിറ്റി ഇത് കൊടുക്കരുത്. വളരാൻ വിടരുത്, വളരാൻ അനുവദിക്കരുത്. വേരോട് അറുത്ത് കളയണം. കാര്യം വിനോദസഞ്ചാര മേഖല ഇവിടെ ഒന്നുമില്ല. ഒന്നാമത്തെ കാര്യം ആകെയുള്ളത് വിനോദസഞ്ചാരത്തിൽ നിന്നാണ് വല്ലതും കിട്ടുന്നത്. അല്ലെ പിന്നെ ലോട്ടറി വയ്ക്കണം. അല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റും? ആ വിനോദസഞ്ചാരത്തെ, അത് നമ്മുടെ തെറ്റല്ല, ഒരു ഭരണകർത്താവിൻ്റെയും തെറ്റായിട്ട് ഞാൻ പറയുന്നില്ല. നമ്മുടെ കയ്യിൽ ആവശ്യത്തിൽ കൂടുതൽ ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. അതിനെ മാക്സിമം ഉപയോഗിക്കുക. ഒരു എന്താ പറയുക, ഈ സ്ഥലം കൊള്ളില്ല എന്ന് പറഞ്ഞൊരു ഗൂഗിളിൽ ഒരു വിനോദസഞ്ചാരി റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ 1000 പേര് റിപ്പോർട്ട് ചെയ്താൽ മതി, നമ്മുടെ ഒരു കേന്ദ്രം അടച്ചുപൂട്ടപ്പെടും. കോഴിക്കോട് ഒരു മേഖലയുണ്ട്, ഏറ്റവും കൂടുതൽ ആളുകൾ റിപ്പോർട്ട് ചെയ്ത് അതൊരു പരിവാക്കിയിട്ടിരിക്കുകയാണ്. അതായത് നമ്മൾ പറയുന്ന കഥയല്ല അവർ വിശ്വസിക്കുന്നത്. അതിൻ്റെ താഴെ വരുന്ന കമൻറ്റ് സെക്ഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്. ഈ സാധനത്തിന് ആൾക്കാർ പോയി നോക്കും. ആൾക്കാർ ഇതിനെക്കുറിച്ച്, വിദഗ്ധർ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു, അതിന്റെ വാഴ ഒരുത്തർ എഴുതിയിട്ടാൽ മതി. പിന്നെ ഒരു ചോട് പിടിച്ച് ബാക്കിയുള്ള ഒരു 100 പോയി പോലും കാണത്തില്ല. ഈ കമന്റ് ചെയ്തവന്റെ താഴെ പിടിച്ചങ്ങ് പൊക്കോളും. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് നല്ല സ്ഥലങ്ങളുണ്ട്, നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഞങ്ങളുടെ സ്ഥലത്തൊരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലമുണ്ട്. ഞങ്ങളുടെ ഏരിയയിൽ, എൻ്റെ വീടിനടുത്ത് മനോഹരം, ഒരു ഗുഹയ്ക്കകത്ത് കുറച്ച് കിലോമീറ്റർ പോകണം ഉള്ളിലോട്ട്, ഗുഹ പോലൊരിടത്ത് വെള്ളച്ചാട്ടം പോലെ ഉള്ളൊരു സ്ഥലം. അവിടെ ഒരുപാട് മനോഹരമായ സ്ഥലങ്ങളുണ്ടല്ലോ. ഒരു എസ്റ്റേറ്റിനുള്ളിലാണ്.
അത് റിസർവ് വനമായിട്ട് പ്രഖ്യാപിച്ചു വെച്ചിരിക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓപ്പണാക്കി കൊടുത്തു കഴിഞ്ഞാൽ സഞ്ചാരികൾ വന്ന് ഇവർക്ക് എന്താ കാണാനുള്ള ഏറ്റവും ഒരു ജുറാസിക് പാർക്കിനകത്ത് കയറിയ രസമായിരിക്കും. അത് ശരി. അങ്ങനെ ഒരു സ്ഥലമുണ്ട്. പക്ഷേ റിസർവ് വനമായിട്ട് പ്രഖ്യാപിച്ചു. ആരും അങ്ങോട്ട് പോകാൻ പറ്റില്ല. പോകാൻ പറ്റുന്നത് തദ്ദേശീയരായിട്ടുള്ള ജനങ്ങൾക്കും ഈ എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്കും വേണമെങ്കിൽ അവിടെ പോയി കണ്ടിട്ട് വരാം. അല്ലാതെ ആർക്കും അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവിടെ ഒരു വലിയ പൈപ്പ് വെച്ച് ഇത് ബ്ലോക്ക് ചെയ്തിരിക്കുക. നമ്മുടെ മണ്ടൻ തീരുമാനങ്ങളാണ് പലപ്പോഴും പിന്നോട്ടടിക്കുന്നത്. അതെ, അത് ഉപയോഗപ്പെടുത്താവുന്നേ ഉള്ളൂ. ഇത് നേരത്തെ എസ്റ്റേറ്റായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു സാധനം റിസർവ് വനമായിട്ട് പ്രഖ്യാപിച്ച് സർക്കാർ ഇതിഞ്ഞ് പിടിച്ചെടുത്തു. വനംവകുപ്പ് അത് റിസർവ് വനമായിട്ട് പ്രഖ്യാപിച്ചു. പക്ഷെ അത് നിയന്ത്രിത ടൂറിസം അനുവദിക്കാവുന്നതേ ഉള്ളൂ. അതെ, അത് എല്ലാ വകുപ്പുകളോട് ആഞ്ഞു പിടിച്ചാൽ നിയന്ത്രിത ടൂറിസം, അതായത് ഗുഹയിലെ വെള്ളച്ചാട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സിനിമയുണ്ടല്ലോ പൃഥ്വിരാജിൻ്റെയും കാവ്യമാധവൻ്റെയും ഒരു നാഗമാണിക്യം അനന്തഭദ്രം അതിൻ്റെ ആ ഗുഹയിലുള്ളിൽ കയറുന്ന അതേ മനോഹരമായിട്ട് അത് കാണാൻ പറ്റും ആ സ്ഥലം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ആരെയും കാണിക്കത്തില്ല. ശരി, അപ്പോൾ ഇത്തരം ക്രിമിനലുകളെ പുറത്താക്കി എല്ലാ ടൂറിസം മേഖലയും നല്ല രീതിയിൽ ശുദ്ധീകരിക്കട്ടെ. ശരി, ഹാർപ്പിക്ക് ഒഴിക്കാവന്മാരെയൊക്കെ കീടങ്ങളെല്ലാം പോട്ടെ. 2 കീടങ്ങൾ എന്തായാലും ബാക്കിയാവുന്ന ഹാർപ്പിക്ക് പോലും പറയുന്നുണ്ട്. ശരി.